എയർ ഫ്രയർ ഉപയോഗിച്ചിട്ട് വളരെ കുറച്ച് ഓയിലിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു അടിപൊളി ചിക്കൻ്റെ റെസിപ്പി ആയിട്ടോ. നല്ല സ്വാദാണ്. നമ്മൾ ഡയറ്റ് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ ഹെൽത്തിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ട്, ഓയിലൊന്നും അധികം യൂസ് ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്. ഞാനൊരു 1/2 കിലോനോളം വരുന്നൊരു ചിക്കൻ എടുത്തിട്ടുണ്ട്. 1/2 കിലോൻ്റെ കുറച്ച് കൂടുതലുണ്ടാവും. ഏതാണ്ട് വലിയ 4 പീസാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. കഴുകി വൃത്തിയാക്കിയിട്ട് നല്ലപോലെ വരഞ്ഞെടുത്തിട്ടുണ്ട്. വലിയ പീസ് ആയതുകൊണ്ട് എന്തായാലും ഒന്ന് വരയണേ, മസാലയൊക്കെ ഒന്ന് ഉള്ളിലേക്ക് പിടിക്കേണ്ടത്. അതിനാണ് ഇതുപോലെ അങ്ങനെ വരഞ്ഞു വെച്ചിട്ടുള്ളത്. നമുക്കതിന് വേണ്ടിയിട്ടുള്ള മസാല ഒന്ന് അരച്ചെടുക്കാം. കുറച്ച് വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 5-6 അണ്ടിപ്പരിപ്പ്, പിന്നെ എല്ലാ പൊടികളും ഞാൻ ഇട്ടിട്ടുണ്ട്. എൻ്റെ കയ്യിൽ എന്തൊക്കെ മസാല പൊടികളുണ്ടോ അതൊക്കെ ഇട്ടിട്ടുണ്ട്. കാശ്മീരി ചില്ലി പൗഡർ, ഗരം മസാല, കുറച്ച് മല്ലിപ്പൊടി, അതുപോലെ തന്നെ വെളുത്തുള്ളി ഉണക്കി പൊടിച്ചത്, ചിക്കൻ ഫ്രൈഡ് മസാല മേടിച്ചതുണ്ടായിരുന്നു അത് ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ തന്തൂരി മസാല ചേർത്തിട്ടുണ്ട്, ചിക്കൻ മസാല ചേർത്തിട്ടുണ്ട്. പക്ഷേ എല്ലാം 1/2 ടീസ്പൂൺ 3/4 ടീസ്പൂൺ മാത്രം അളവിലാട്ടോ നമ്മൾ ചേർത്തിട്ടുള്ളത്. കൂടുതൽ മസാല ആയി കഴിഞ്ഞാൽ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഇനി നിങ്ങളിൽ ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെ സാധാരണ ചിക്കൻ മസാല അല്ലെങ്കിൽ ഗരം മസാലയും കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ മാത്രം ചേർത്താൽ മതി. 2 ടീസ്പൂണ് സോയാ സോസും കൂടി ഒഴിച്ചിട്ടുണ്ട്. പിന്നെ തൈര് 2-2.5 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. അധികം പുളിയില്ലാത്ത തൈരാട്ടോ ഞാൻ ഒഴിച്ചിട്ടുള്ളത്. ഈ പൊടികൾക്കൊന്നും പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. ഒക്കെ 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 3/4 ടീസ്പൂൺ മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. പിന്നെ ഒരു സവോളയുടെ 1/2 ഭാഗം ചെറുതാക്കി നുറുക്കി ചേർത്തിട്ടുണ്ട്. 1.5 ടീസ്പൂണ് വിനാഗിരി ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം നല്ലപോലെ വെള്ളം ചേർക്കേണ്ട അരച്ചെടുത്തതാണ്. ചിക്കൻ നല്ലപോലെ വാരാൻ വെക്കണേ, വെള്ളം തരി പോലും ഉണ്ടാവരുത്. അതിലേക്ക് നമുക്ക് ഈ മസാല ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ അത്രയും നല്ലത്. ഇത് ഉണ്ടാക്കുന്ന തലേദിവസം ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ മസാല നല്ലപോലെ പിടിക്കും. ഞാൻ അധികം നേരം ഒന്നും വെച്ചിട്ടില്ല, 1/2 മണിക്കൂറോളം മാത്രമേ വെച്ചിട്ടുള്ളൂ. എന്തായാലും നമ്മൾ മസാല പറ്റിയതിന് ശേഷം എയർ ഫ്രയറിൽ ഒരു ബട്ടർ പേപ്പർ വിരിച്ചതിന് ശേഷം അതിൻ്റെ മേലതുകൾ വെച്ചിട്ട് നമുക്ക് എയർ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ചിക്കൻ നല്ലോണം വെന്തോട്ടെന്ന് വെച്ചിട്ട് കൂടുതൽ നേരം വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ വല്ലാണ്ട് ഡ്രൈ ആവും. കാരണം നമ്മൾ ഓയിൽ യൂസ് ചെയ്യാണ്ട് ചെയ്യുന്നതാണ്. ഞാൻ വെറും 15 മിനിറ്റ് ആട്ടോ ഇത് വേവിക്കാൻ വേണ്ടി വെച്ചത്. അതും 200 ഡിഗ്രി സെൽഷ്യസിലാണ് വെച്ചത്. പിന്നെ നമ്മൾ തിരിച്ച് മറിച്ചൊന്നും ഇട്ടിട്ടില്ല. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 7 മിനിറ്റ് ഒരു സൈഡും 7 മിനിറ്റ് തിരിച്ചും വേണമെങ്കിൽ വേവിച്ചെടുക്കാം. ഞാൻ തിരിച്ചിടാണ്ടിരുന്നത് നമ്മൾ ഇനി പാനിൽ വെച്ചിട്ട് ഒന്നും കൂടി നല്ലപോലെ വേവിച്ചെടുക്കും. ഇതാ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ചിക്കൻ. നമുക്ക് ഇനി വെറും 1.5 ടീസ്പൂൺ ബട്ടർ അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ ഓയിൽ മാത്രമായിട്ടാണ് നമ്മൾ പാനിലേക്ക് ഇടുന്നത്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വേണമെങ്കിൽ കൂടുതൽ ബട്ടറൊക്കെ ചേർക്കാം. പക്ഷേ ഇത് മാത്രം മതി കേട്ടോ. കുറച്ച് മസാല ബാക്കിയുണ്ടായിരുന്നു നമ്മൾ നേരത്തെ അരച്ചത്. അത് ഈ ബട്ടറിൽ നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. കറിവേപ്പിലയും വേണമെന്നുണ്ടെങ്കിൽ മല്ലിയിലൊക്കെ ചേർക്കുക. അതൊക്കെ നമ്മുടെ ഇഷ്ടപ്രകാരമാണ്. ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം നമ്മൾ എയർ ഫ്രയറിൽ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ വളരെ കുറച്ച് ബട്ടർ ഓയിലും യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ. മസാല ഒരു 5 മിനിറ്റ് ഒന്ന് ചെറുതിലിട്ടിട്ട് സോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് ഇളം ചൂടുവെള്ളം ഒഴിക്കണം. ഒരു 1/2 കപ്പോളം ഒഴിച്ചിട്ട് അത് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. നമുക്ക് ചിക്കൻ ഇടുമ്പോൾ ആ മസാലയൊക്കെ ചിക്കനിലേക്ക് നല്ലപോലെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം ചേർക്കുന്നത്. എന്തായാലും ഒന്ന് തിള വരുന്ന സമയത്ത് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ കൂടി ചേർക്കാം. എയർ ഫ്രയറിൽ ഞാൻ എപ്പോഴും ഫ്രൈ ചെയ്യുമ്പോൾ ചിക്കൻ അത്യാവശ്യം വലിയ പീസാക്കിയിട്ടാണ് വെക്കുക. കാരണം നമ്മൾ ഓയിലും ബട്ടറും ഒന്നും ചേർക്കാനാണ് എയർ ഫ്രയറിൽ എപ്പോഴും ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് മുരിഞ്ഞ് കരിഞ്ഞ് പോണ പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. വലിയ പീസാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടാറുണ്ട്. ഇന്നത്തെ കാലത്ത് എയർ ഫ്രയർ നല്ല ഓപ്ഷനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പലപ്പോഴും നമുക്ക് നോൺ വെജൊക്കെ കഴിക്കണമെങ്കിൽ എണ്ണയിലും അതുപോലെ തന്നെ കുറേ ഓയിലൊക്കെ യൂസ് ചെയ്ത് കുക്ക് ചെയ്യാനായിട്ട് നല്ലത് എയർ ഫ്രയറിൽ ചെയ്യുമ്പോൾ കഴിക്കുമ്പോൾ ഒരു ആശ്വാസം, നമുക്ക് മനസ്സറിഞ്ഞ് കഴിക്കുകയും ചെയ്യാം. എന്തായാലും ഗ്രേവിയിൽ കിടന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ആവട്ടെ. ആ ഗ്രേവിയൊക്കെ നല്ലപോലെ വറ്റി ചിക്കനിലേക്ക് പിടിക്കേണ്ടതാണ് ഇതിൻ്റെ ഒരു കണക്കെന്ന് പറയുന്നത്. എരിവും മസാലകളും പുളിയും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര നമ്മൾ ചേർക്കുന്നുണ്ട്. കൂടുതലാവരുത്, മധുരപ്പ് വരരുത്. അതുകൊണ്ട് 1/2 ടീസ്പൂണിൽ കൂടരുത്. അതും കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി അടച്ചു വയ്ക്കുക. അപ്പോൾ ചിക്കൻ നല്ലപോലെ ഉള്ളും വെന്ത് കിട്ടും. 8-10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ചിക്കൻ സെറ്റായി വന്നിട്ടുണ്ട്. ആ മസാലയൊക്കെ നല്ലപോലെ പിടിക്കുന്നുണ്ട്. ഹൈ ഫ്ലെയിമിലിട്ട് ഒന്നും കൂടി ഒന്ന് വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല സെറ്റായിട്ട് കിട്ടും. എല്ലാം വറ്റി സെറ്റായി വരുന്ന സമയത്ത് ലാസ്റ്റിൽ കുറച്ചും കൂടി ബട്ടർ ഇടണമെങ്കിൽ നല്ല ഫ്ലേവർ കിട്ടും. അതിൻ്റെ ആവശ്യമില്ല എങ്കിലും അങ്ങനെ താല്പര്യമുള്ളവർക്ക് ചേർക്കാം. എന്തായാലും ഞാനൊരു 1.5 ടീസ്പൂൺ ബട്ടർ മാത്രമേ ചേർത്തിട്ടുള്ളൂ. നല്ല സ്വാദാണ്, നല്ല സോഫ്റ്റ് ആയിരുന്നു. നിങ്ങൾക്ക് ഞാൻ അത് എടുക്കുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എയർ ഫ്രയർ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തു. അടിപൊളി ടേസ്റ്റ് ആട്ടോ. ട്രൈ ചെയ്ത് ഇഷ്ടപ്പെടണമെങ്കിൽ കമൻറ്റ് ചെയ്യണേ.